ആരോഗ്യകാര്യത്തിലൊക്കെ വലിയ ശ്രദ്ധയാണ് ബിജുവിന്. കാണാൻ ഇരുനിറം, ആവശ്യത്തിന് പൊക്കം, വണ്ണം, വയസ്സ് 50. അയാളുടെ ഭാര്യയാണ് അമൃത, വെളുത്ത് മെലിഞ്ഞ സുന്ദരി. അവരുടെ മകളാണ് അമല. വീട്ടിൽ അവളെ അമ്മു എന്ന് വിളിക്കും. ഡിഗ്രി സെക്കൻഡ് ഇയറിന് പഠിക്കുവാണ് അമല. കാണാൻ വെളുത്ത് നല്ല സുന്ദരിയാണ്. പിന്നെ കുറച്ച് വണ്ണമുള്ളത് കൊണ്ട് അച്ഛൻ്റെ ഉപദേശപ്രകാരം അച്ഛൻ്റെ കൂടെ ജിമ്മിൽ പോകുന്നു. പക്ഷേ അയാളുടെ ഉദ്ദേശമൊക്കെ മറ്റ് പലതുമായിരുന്നു. ബിജുവിൻ്റെ ഒളിക്കണ്ണാലെയുള്ള നോട്ടവും സീൻപിടുത്തവുമൊന്നും അമ്മു അറിഞ്ഞില്ല. അയാൾക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും പണിയെടുക്കണം എന്നായിരുന്നു മനസ്സിൽ. അങ്ങനെയിരിക്കെ ഒരു ദിവസം ജിമ്മിൽ വിശ്രമവേളയിൽ ജിമ്മിലെ സുന്ദരിമാരെ നോക്കിയിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അമ്മുവിൻ്റെ വിളി അയാളുടെ കാതുകളിലെത്തിയത്. അമ്മു, അച്ഛ, ഇതൊന്ന് സപ്പോർട്ട് ചെയ്യാമോ? അത് കേട്ടതും അയാൾക്ക് സന്തോഷമായി. അച്ഛൻ, സപ്പോർട്ട് ചെയ്യാലോ, ദേ വരുന്നു എന്നും പറഞ്ഞ് അയാൾ ചിരിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് നടന്നു. അമ്മു ബെഞ്ച് പ്രസ് ചെയ്യാനുള്ള ഒരുക്കത്തിലാണ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ബാറിൽ വെയിറ്റ് ഇട്ടു. അമ്മു, ഈ വെയിറ്റ് മതി അച്ഛ. അച്ഛൻ, ആ ശരി മോളെ, എന്നാൽ തുടങ്ങിക്കോ. അങ്ങനെ അയാൾ ചെറുതായി ബാറിൽ പിടിച്ച് സപ്പോർട്ട് കൊടുത്തുകൊണ്ട് നിന്നു. അമ്മു കൈകൾ പൊക്കി ബാർ ഉയർത്തവേ പെട്ടെന്നാണ് അത് അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അമ്മുവിൻ്റെ ടീഷർട്ടിൻ്റെ കക്ഷം കീറിയിരിക്കുന്നു. അയാൾ അങ്ങനെ നോക്കി നിന്നു. അച്ഛൻ, എന്താ മോളെ ഇത്? കക്ഷമൊക്കെ കീറിയ ഷർട്ടുമിട്ടുകൊണ്ടാണോ വന്നേക്കുന്നത്? പല്ലിളിച്ചുകൊണ്ടുള്ള അയാളുടെ ചോദ്യം കേട്ടതും അമ്മു ചമ്മിപ്പോയി. അവൾ ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു അച്ഛൻ അത് കാണുമെന്ന്. അമ്മു, അത് സാരമില്ല അച്ഛ, ഇന്ന് വരുന്ന വഴി കീറിയതാ, ഇത് കളയാം, വേറെ ഒരെണ്ണം വാങ്ങാം. അച്ഛൻ, ഓ എന്തിനാ കളയുന്നേ? അച്ഛൻ ഇട്ടോളാം, മോൾ വീട്ടിൽ നിന്നും തന്നാൽ മതി. അമ്മു, അയ്യേ, ഈ കീറിയതോ? ശരി, എന്നാ ഞാൻ അലക്കിയച്ചും തരാം കേട്ടോ. അച്ഛൻ, ഓ മോള് ബുദ്ധിമുട്ടണ്ട, അച്ഛൻ അലക്കിക്കോളാം, അതിങ്ങ് തന്നാൽ മതി, നല്ല വിലപിടിപ്പുള്ള ടീഷർട്ടല്ലേ. അത് കേട്ട് അമ്മു ആ ശരിയെന്ന് പറഞ്ഞു. അച്ഛൻ, മോളെ മതി റെസ്റ്റ് എടുത്തത്, ഇനി ചെയ്യ്, കമോൺ ഫാസ്റ്റ്. അങ്ങനെ അമ്മു വീണ്ടും ബാർ ഉയർത്താനും താഴ്ത്താനും തുടങ്ങി. അയാൾ 1 2 3 എന്ന് എണ്ണിക്കൊണ്ട് സപ്പോർട്ട് ചെയ്തു. അമ്മു, അച്ഛ മതി, വയ്യ. അച്ഛൻ, അത് പറ്റില്ല, ഒരെണ്ണം കൂടെ. ആ മിടുക്കി, ഇനിയും ഒരെണ്ണം. അമ്മു, അയ്യോ വയ്യായേ. അങ്ങനെ അയാൾ ബാർ താങ്ങിപ്പിടിച്ച് സ്റ്റാൻഡിൽ വെച്ചു. അച്ഛൻ, കൊള്ളാട്ടോ, കഴിഞ്ഞ തവണ നീ 10 എണ്ണമേ ചെയ്തുള്ളൂ, ഇന്ന് 12 എണ്ണം ചെയ്തു, മിടുക്കി. അത് കേട്ട് അവൾ കിതച്ചുകൊണ്ട് ചിരിച്ചു. അമ്മു, ഇനി അച്ഛൻ പോയി വർക്കൗട്ട് ചെയ്തോ? അങ്ങനെ അയാൾ പോയി. അമ്മു കുറച്ചു നേരം ഇരുന്ന് വിശ്രമിക്കവേ പെട്ടെന്നാണ് അവൾ അത് ശ്രദ്ധിച്ചത്. കുറച്ചപ്പുറത്ത് ഷോൾഡറിന് വർക്കൗട്ട് ചെയ്യുന്ന 2 പേര് തന്നെ നോക്കുവാണെന്ന്. അങ്ങനെ അവളും അവരെ നോക്കി. പക്ഷേ അവർ നോട്ടം മാറ്റാതെ തന്നെ നോക്കുന്നത് കണ്ടപ്പോൾ അവൾക്ക് ചിരി വന്നു. അവൾ വാപ്പൊത്തി ചിരിച്ചു. മേക്കപ്പ് ഇടാഞ്ഞിട്ടും വിയർത്ത് കുളിച്ച് ക്ഷീണിച്ചിട്ടും തനിക്ക് ഒടുക്കത്തെ ഭംഗി തന്നെയാ, അതുകൊണ്ടാണല്ലോ അവന്മാർ നോക്കുന്നത് എന്ന് ചിന്തിച്ചപ്പോൾ അവൾക്ക് സന്തോഷം തോന്നി. പിന്നെ അവൾ അത് വിട്ടു വർക്കൗട്ടിലേക്ക് ശ്രദ്ധിച്ചു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവൾ ആകെ ക്ഷീണിച്ചു. അപ്പോഴേക്കും അച്ഛനും അന്നത്തെ വർക്കൗട്ടൊക്കെ കംപ്ലീറ്റ് ആക്കി വിശ്രമിക്കുമായിരുന്നു. അച്ഛൻ, കഴിഞ്ഞോ മോളെ? അമ്മു, കഴിഞ്ഞു അച്ഛ, വയ്യ, പോകാം. അങ്ങനെ അവർ ജിമ്മിൽ നിന്നും ഇറങ്ങി. മുകളിലത്തെ ഫ്ലോറിലാണ് ജിം. അങ്ങനെ അവർ സ്റ്റെയർ കേസ് ഇറങ്ങവേ ബിജു ഇടം കണ്ടിട്ട് വീക്ഷിച്ചു. അയാളുടെ ഉള്ളിൽ അനക്കം സംഭവിച്ചു. പെട്ടെന്ന് അച്ഛൻ ശ്രദ്ധിക്കുന്നത് അമ്മു കണ്ടു. തൻ്റെ വീക്ഷണം പിടിക്കപ്പെട്ടു എന്ന് മനസ്സിലായപ്പോൾ അയാൾ പറഞ്ഞു, മോളെ, ഇനി നീ വണ്ണം കുറയ്ക്കേണ്ട കേട്ടോ. അമ്മു, അതെന്താ അച്ഛാ? ഒരു 6-7 കിലോ കൂടി കുറയ്ക്കണമെന്നുണ്ട് എനിക്ക്, നല്ലോണം സ്ലിം ആവണമല്ലോ. അച്ഛൻ, അയ്യോ
നല്ലോണം സ്ലിമ്മായാൽ കാണാൻ ഒരു ഭംഗിയും ഉണ്ടാവില്ലെന്നേ. കൊടക്കമ്പി പോലെ ആയാൽ പിന്നെ എന്തിനാ കൊള്ളുക? പെൺപിള്ളേരായാൽ കുറച്ച് തടിയും കൊഴുപ്പുമൊക്കെ വേണം. അതാണ് ആകർഷണം. അയാൾ വീണ്ടും ഇടം കണ്ടിട്ട് വീക്ഷിച്ചുകൊണ്ട് വെള്ളമിറക്കിക്കൊണ്ട് പറഞ്ഞു. അമ്മോ, ഷോ, ഈ അച്ഛൻ്റെ ഒരു കാര്യം. അതും പറഞ്ഞ് അവൾ കയ്യിൽ ഒരടി വെച്ചു കൊടുത്തു. അങ്ങനെ അവർ പുറത്തെത്തി. അയാൾ ബൈക്കിൻ്റെ അടുത്തേക്ക് നടന്നതും അമ്മു പുറത്തെ ജിമ്മിൻ്റെ ബോർഡിലുള്ള സ്ലിം ബ്യൂട്ടി ആയിട്ടുള്ള ചേച്ചിയുടെ ഫോട്ടോ കണ്ടപ്പോൾ അവൾ പറഞ്ഞു, നോക്കച്ച, എന്തൊരു ലുക്കാ. ഞാനും അതുപോലെ ആവണമെന്ന് നേരത്തെ പറഞ്ഞ്. അത് കേട്ടപ്പോൾ അയാൾ ആ ബോർഡിലേക്ക് പുച്ഛത്തോടെ നോക്കുകയും അമ്മുവിലേക്ക് കൗതുകത്തോടെ നോക്കുകയും ചെയ്തിട്ട് പറഞ്ഞു, ഇതൊക്കെ എന്തോന്നു മോളെ, ഇതൊന്നും നാച്ചുറൽ അല്ലാട്ടോ. ഇതൊക്കെ ഹോർമോണും മറ്റും കയറ്റി ഉണ്ടാക്കിയ ബോഡിയാ. ഇതിനേക്കാൾ 1000 വട്ടം നല്ലത് മോളുടെ ഇപ്പോഴുള്ള ഈ കോലമാ. അത് കേട്ടതും അവൾ ഒന്ന് പൊങ്ങി. അമ്മു, ആണോ അച്ഛ? അച്ഛൻ, പിന്നല്ലാതെ മോൾ സുന്ദരിയല്ലേ. ഇപ്പോൾ സൗന്ദര്യം കൂടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അയാൾ ബൈക്കിൽ കയറി. അമ്മു പിന്നിലെ സീറ്റിലിരുന്നു. അയാൾ വണ്ടി വിട്ടു. അങ്ങനെ അവർ ഓരോന്നൊക്കെ സംസാരിച്ച് പതിയെ യാത്ര തുടർന്നു. പെട്ടെന്നാണ് കാലാവസ്ഥയ്ക്ക് മാറ്റം സംഭവിച്ചു തുടങ്ങിയത്. ആകാശത്ത് മേഘങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പായുന്നു. ആകെ ഡാർക്കായി വരുന്നു. അച്ഛൻ, മോളെ, നല്ല മഴക്കോളുണ്ട് കേട്ടോ. അയാൾ മിററിലൂടെ അമ്മുവിനെ നോക്കിയിട്ട് പറഞ്ഞു. അമ്മു, അയ്യോ ശരിയാണല്ലോ അച്ഛ. അതും പറഞ്ഞ് അവൾ വെറുതെ ആകാശത്തേക്ക് നോക്കിയതും പെട്ടെന്നായിരുന്നു ഞെട്ടിക്കൊന്നൊരു ഇടിമിന്നൽ ഉണ്ടായത്. അവൾ ഞെട്ടിവിറച്ച് വേഗം അച്ഛനടുത്തേക്ക് മുൻപോട്ട് ചേർന്നിരുന്ന് തോളിൽ അമർത്തിപ്പിടിച്ചു. അമ്മു, അയ്യോ അച്ഛ, ഇടിമിന്നൽ, വേഗം വിട്, എനിക്ക് പേടിയാവുന്നു. അത് കേട്ട് അയാൾ ചിരിച്ചു. അപ്പോൾ വീണ്ടും ഇടിമിന്നലുണ്ടായി. അമ്മു വീണ്ടും പേടിച്ചതും വണ്ടി ഒരു ഗട്ടറിൽ ചാടിയതും ഒരുമിച്ചായിരുന്നു. അമ്മു വീണ്ടും മുൻപോട്ടേക്ക് മുഴുവനായും ചാഞ്ഞു പോയി. അച്ഛൻ, ഷോ, എന്തൊരു വലിയ കുഴിയാ അത്. കണ്ടപ്പോൾ അത്രയും തോന്നിയില്ല. അമ്മു, നോക്കി വണ്ടി ഓടിക്കച്ച. അച്ഛൻ, ഹാ, നീ വേഗം പോകാൻ പറഞ്ഞത് കൊണ്ടാ ഞാൻ സ്പീഡ് കൂട്ടിയത്. അമ്മു, എന്നാ സ്പീഡ് വേണ്ട അച്ഛ, പതുക്കെ പോയാൽ മതി കേട്ടോ. പെട്ടെന്ന് വീണ്ടും ഇടിമിന്നൽ കടന്നു വന്നു. ഇത്തവണ കുറച്ചു നേരം നീണ്ടു നിന്നു. അമ്മു, ഹോ ദൈവമേ, ഈ ഇടിമിന്നലിന് വേറെ പണിയൊന്നുമില്ലേ, വെറുതെ മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട്. അത് കേട്ടപ്പോൾ അയാൾ പൊട്ടിച്ചിരിച്ചു. അച്ഛൻ, മോളെ, നീ ഇത്രയും വളർന്ന് പോത്തുപോലെയായിട്ടും ഇപ്പോഴും ഇടിമിന്നൽ പേടിയാണോ? ഒരു കളിയാക്കലോടെ അയാൾ ചോദിച്ചു. അമ്മു, ഷോ, പോ അച്ഛ, എന്നെ കളിയാക്കണ്ട, പോ, മിണ്ടണ്ട എന്നും പറഞ്ഞ് അവൾ അയാളുടെ കയ്യിൽ ഒരു നുള്ളു വെച്ചു കൊടുത്തു. അപ്പോൾ അയാൾ വീണ്ടും ചിരിച്ചു. അച്ഛൻ, ഷോ, അപ്പോഴേക്കും അമ്മുക്കുട്ടി പിണങ്ങിയോ? അച്ഛൻ വെറുതെ ഒരു തമാശ പറഞ്ഞതല്ലേ. അമ്മു, ഉവ്വ. അച്ഛൻ, മോളൂസേ, ഒരു സത്യം പറഞ്ഞോട്ടെ. അച്ഛനും ഇടിമിന്നൽ വലിയ പേടിയാണെന്നേ. രാത്രി കിടക്കുമ്പോഴൊക്കെ ഇങ്ങനെ ഇടിമിന്നൽ വന്നാലുണ്ടല്ലോ, ഞാൻ പേടിച്ച് അമ്മയുടെ അടുത്തേക്ക് നീങ്ങും. അത് കേട്ട് അവൾ ചിരിച്ചു. അച്ഛൻ, അയ്യോ മോളെ, ഇങ്ങനെ ചിരിക്കല്ലേട്ടോ, വണ്ടി കൊല്ലുന്നുണ്ട്, വീഴും. പിന്നെ ഏതോ സിനിമയിൽ ജഗതി റോഡിൽ പായ വിരിച്ച് കിടക്കുന്ന സീനില്ലേ, അതുപോലെ കിടക്കേണ്ടി വരും. അത് കേട്ട് അവൾ വീണ്ടും പൊട്ടിച്ചിരിച്ചു. പെട്ടെന്ന് മഴ പെയ്തു. നല്ല തകർത്ത് പെയ്യുന്ന മഴ. മഴത്തുള്ളികൾ അവരിലൂടെ ഇരച്ചു കയറി. അച്ഛൻ, ഹോ, മഴ പിടിച്ചല്ലോ, ഇനി നനഞ്ഞിട്ട് പോകാം. അമ്മു, സാരമില്ലാച്ച, ഏതായാലും വീട്ടിൽ ചെന്നിട്ട് കുളിക്കാനുള്ളതല്ലേ, അപ്പോൾ ഇപ്പോൾ തന്നെ കുളിച്ചുകൊണ്ട് പോകാം. അതും പറഞ്ഞ് അവൾ ചിരിച്ചു. അങ്ങനെ അവർ മഴയും ആസ്വദിച്ച് യാത്ര തുടർന്നു. അമ്മു, സത്യം പറഞ്ഞാൽ അച്ഛൻ്റെ കൂടെ ഇങ്ങനെ ബൈക്കിൽ വരുമ്പോഴാ സുഖം. ഇങ്ങനെ സ്ലോ ആയിട്ട് പോകുമ്പോഴാ നമുക്ക് എല്ലാം ആസ്വദിച്ച് പോകാൻ പറ്റുന്നത്, അല്ലേ അച്ഛ? അത് കേട്ടപ്പോൾ അയാൾ നീട്ടി ഒന്ന് മൂളി, പിന്നെ ചിരിച്ചു. അച്ഛൻ, അല്ല മോള് അച്ഛൻ്റെ കൂടെ അല്ലാതെ വേറെ ആരുടെ കൂടെയാ ബൈക്കിൽ പോയിട്ടുള്ളത്?
അത് കേട്ടതും അവൾ ഒന്ന് ഞെട്ടി. അപ്പോഴാണ് അവൾക്ക് പറഞ്ഞതിൻ്റെ അബദ്ധം മനസ്സിലായത്. അമ്മു, അത് അച്ഛ കോളേജിലെ ഫ്രണ്ട്സിൻ്റെ കൂടെ വല്ലപ്പോഴും ഇങ്ങനെ പോകാറുണ്ട്, അതാ പറഞ്ഞേ. അവൾ നിർത്തി പറഞ്ഞൊപ്പിച്ചു. അച്ഛൻ, ഫ്രണ്ടാണോ അതോ ബോയ് ഫ്രണ്ടാണോ? ആ ചോദ്യം കേട്ടതും അവളൊന്നും മിണ്ടിയില്ല. അവൾക്ക് അച്ഛനോട് കള്ളം പറയാൻ തോന്നിയില്ല. അച്ഛൻ, മോളൂസേ, ഇതൊക്കെ പറയാൻ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? ധൈര്യമായിട്ട് പറഞ്ഞോന്നേ. ഇതൊക്കെ ഒരു രസമല്ലേ മോളെ? കോളേജായാൽ പ്രേമിക്കണം, ബോയ് ഫ്രണ്ട്, ഗേൾ ഫ്രണ്ട്, ഫ്രണ്ട്സ്, അങ്ങനെ സകലതും ഉണ്ടാവണം. ഇതൊന്നും ഇല്ലെങ്കിലാ ബോറടി. എന്നാലും ഇതൊക്കെ അവസാനം സീരിയസായി ജീവിതം തകർക്കാതെ നോക്കണം കേട്ടോ. അത് കേട്ടതും അവൾക്ക് ആശ്വാസമായി. അമ്മോ, അതെ അച്ഛ, എനിക്ക് ബോയ് ഫ്രണ്ടുണ്ട്, പേര് വരുൺ, വളരെ നല്ല പയ്യനാ. അച്ഛൻ, ആയിക്കോട്ടെ, എങ്കിലും സൂക്ഷിക്കണം കേട്ടോ. അങ്ങനെ പിന്നീടുള്ള അവരുടെ സംസാരം വരുണിനെ കുറിച്ചായി. അച്ഛൻ, പ്രേമം മാത്രമാണോ അതോ മറ്റ് വല്ലതും? അയാൾ ഒരു ചിരിയാലെ ചോദിച്ചു. അമ്മു, മറ്റ് വല്ലതുമോ? അവൾ സംശയത്തോടെ തിരക്കി. അച്ഛൻ, അതെ, അത് തന്നെ. അമ്മു, ഇല്ലച്ച, അതൊന്നുമില്ലാട്ടോ, അവൾ നാണത്താലെ പറഞ്ഞു. അച്ഛൻ, ഇനി ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ലെന്നേ. അയാൾ അതും പറഞ്ഞ് ഒരു കള്ളച്ചിരി പാസാക്കി. അമ്മു, ഈ അച്ഛൻ്റെ ഒരു കാര്യം, ഒന്ന് പോ അച്ഛ. അതും പറഞ്ഞ് അവൾ അയാളുടെ കയ്യിൽ ഒരു നുള്ളു വെച്ചു കൊടുത്തു. അങ്ങനെ അവർ ഓരോന്നൊക്കെ സംസാരിച്ചു. പിന്നീട് മഴ കുറച്ച് കുറഞ്ഞു. അമ്മു, എന്തൊരു തണുപ്പാ. അതും പറഞ്ഞ് അവൾ ഒന്നുകൂടെ ചേർന്നിരുന്നു. അയാൾ ഒരു ചിരിയാലെ മോളെ. അങ്ങനെ യാത്ര തുടരവേ പെട്ടെന്ന് മഴ ശക്തി കൂടി പെയ്യാൻ തുടങ്ങി. അമ്മു, അച്ഛ സൂക്ഷിച്ചോടിക്കട്ടോ, മഴ കൂടിയല്ലോ. അച്ഛൻ, ഇനി ഇത് ഇപ്പോഴെങ്ങാനും കുറയുന്ന ലക്ഷണമില്ല. അമ്മു, എങ്കിൽ നമുക്ക് എവിടെയെങ്കിലും കയറി നിന്നാലോ അച്ഛ? അച്ഛൻ, വേണ്ടെന്നേ, ഏതായാലും വീടെത്താറായില്ലേ, ഇപ്പോൾ തന്നെ മൊത്തം നനഞ്ഞു, ഇനി കുളിച്ചേച്ച് വീട്ടിൽ കയറാം. അങ്ങനെ അതും പറഞ്ഞ് യാത്ര തുടർന്നു. പിന്നെ കുറച്ചു ദൂരം പിന്നിട്ടതും അച്ഛൻ, മോളെ, ഇതുവഴി പോയാലോ? ചെമ്മൺ പാത കാണിച്ച് അയാൾ അങ്ങനെ ചോദിച്ചു. അതിലൂടെ ഷോർട്ട് കട്ടാണ്, അതുവഴി വിട്ടാൽ 5 മിനിറ്റ് കൊണ്ട് വീട്ടിലെത്തും. റോഡ് വഴി പോയാൽ 10 മിനിറ്റാവും വീട്ടിലെത്താൻ. അമ്മു, ഈ വഴി പോകണോ അച്ഛാ? ഇത് ഒരുമാതിരി വൃത്തിയില്ലാത്ത വഴിയല്ലേ? അവൾ ഇഷ്ടക്കേടോടെ പറഞ്ഞു. ഇരുവശങ്ങളിലും കാട് മൂടിക്കിടക്കുന്ന ഒരു വഴിയാണത്. പോകുന്ന വഴിയിലാണെങ്കിൽ കല്ലും മരങ്ങളുടെ ചുള്ളിക്കമ്പുകളുമൊക്കെയാണ്. അച്ഛൻ, മോള് പേടിക്കണ്ടെന്നേ, അച്ഛനില്ലേ കൂടെ, പെട്ടെന്ന് വീട്ടിലെത്താലോ? അതും പറഞ്ഞ് അയാൾ ബൈക്ക് ആ വഴിയിലേക്ക് തിരിച്ചു. അവൾ മനസ്സില്ലാ മനസ്സോടെ അങ്ങനെ ഇരുന്നു. ആ ചെമ്മൺ പാത അവൾക്ക് ഇഷ്ടമല്ലാത്തതിന് പിന്നിൽ ഒരു കഥയുണ്ട്. അമ്മു 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അവളും അച്ഛനും അമ്മയും രാത്രിയിൽ കാറിൽ അതുവഴി പോയപ്പോൾ കാട്ടിനുള്ളിൽ അമ്മു എന്തോ രൂപത്തെ കണ്ടു. അന്നു മുതൽ അവൾക്ക് ആ വഴി പേടിയാണ്. പക്ഷേ അത് രാത്രിയിൽ വെറുതെ അങ്ങനെ തോന്നിയതാവും. അത് വല്ല കുരങ്ങനോ പന്നിയോ മറ്റോ ആകുമെന്നൊക്കെ അച്ഛനും അമ്മയും അവളെ പറഞ്ഞ് ആശ്വസിപ്പിച്ചെങ്കിലും ഇപ്പോഴും ഒരു ചെറിയ പേടി അവളുടെ മനസ്സിലുണ്ട്. അച്ഛൻ, മോൾക്ക് ഈ വഴി ഇപ്പോഴും പേടിയാണോ? അമ്മ, പേടി ഇല്ലാതില്ല, ചെറുതായിട്ടുണ്ട്. അച്ഛൻ, പേടിക്കേണ്ട. അത് പറഞ്ഞതും ബൈക്ക് ഒരു കുഴിയിലേക്ക് ചാടി പിന്നെ കയറി. അമ്മ അച്ഛൻ്റെ തോളിൽ അമർത്തി പിടിച്ചിരുന്നു. അമ്മ, എന്തൊരു വഴിയായത്, ഇവിടെയൊക്കെ റോഡാക്കിക്കൂടെ? പിന്നെ ഇരുവശങ്ങളിലെയും കാടൊക്കെ വെട്ടിക്കളയണം, എന്നാലേ ഒന്ന് വൃത്തിയാകൂ. അത് കേട്ടപ്പോൾ അയാൾ പൊട്ടിച്ചിരിച്ചു. അച്ഛൻ, മോളെ, രാത്രി സമയം ഇതുപോലുള്ള സ്ഥലങ്ങൾ പേടിയുണ്ടാക്കും, പക്ഷേ സത്യത്തിൽ അതും ഒരു രസമാണ്. പിന്നെ പകൽ സമയം ഈ സ്ഥലങ്ങളെ പോലെ ഭംഗി മറ്റൊന്നിനുമില്ല ഈ ലോകത്ത്, അതാണ് സത്യം. പ്രകൃതി ഭംഗി അങ്ങനെയാണ് മോളെ. അമ്മ, പിന്നെ ഒരു പ്രകൃതി ഭംഗി എന്ന് വച്ച് ആൾക്ക് സമാധാനത്തോടെ വഴി പോകണ്ടേ? അത് കേട്ട് അയാൾ വീണ്ടും ചിരിച്ചു.
അച്ഛൻ, മോള് ഗൾഫിൽ പോയിട്ടില്ലല്ലോ, മരുഭൂമിയാണ്. അവിടെ ചെന്നാൽ ഇതുപോലെ കാടും മരങ്ങളും ഒന്ന് കാണാൻ കൊതിക്കും. അവിടെ മൊത്തം ചെറുതും വലുതുമായ കെട്ടിടങ്ങളും വാഹനങ്ങളും തിരിഞ്ഞും മറിഞ്ഞുമുള്ള റോഡുകളൊക്കെയല്ലേ. അവിടെ എവിടെയാ നമ്മുടെ നാട്ടിലേതുപോലുള്ള പച്ചപ്പും പ്രകൃതി ഭംഗിയുമൊക്കെ? അമ്മോ ഓ തുടങ്ങി അച്ഛൻ്റെ ഒരു വർത്താനം. എനിക്ക് ഇതിലൊന്നും ഒരു താല്പര്യവുമില്ല, ഒരു പ്രകൃതി ഭംഗി. അവൾ അങ്ങനെ പറഞ്ഞതും പെട്ടെന്നാണ് അത് സംഭവിച്ചത്.